അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, നമ്മളെ ചാനലിൽ നിന്ന് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ജീപ്പിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഈ ഒരു ജീപ്പിൻ്റെ അല്ല, ഇനി വരുന്ന വണ്ടികളുടെ വർക്ക് എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. ഒരുപാട് കാലമായി യൂട്യൂബ് തുടങ്ങുന്നതാണ്. നമ്മളിവിടെ ഒരുപാട് തിരക്കിൽ വിട്ടു, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് നമ്മളെ ചാനൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഈ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ട നമ്മളെ ഗ്യാരേജും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. നമ്മുടെ പുതിയ ഗ്യാരേജിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആവുന്നുള്ളൂ. ഫിനിഷ് ആയതിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സുകളും വർക്കുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യും. നമ്മുടെ ഗ്യാരേജ് വരുന്നത് പെരിന്തൽമണ്ണ പുഴക്കാട്ടി വൈപ്പാറയാണ്. നയാര പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് പുതിയ ബിൽഡിങ്. നേരെ തൊട്ടടുത്ത് തന്നെയാണ് പഴയ ബിൽഡിങ്ങും. അവിടെയാണ് ജീപ്പിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് നിങ്ങളെങ്ങനെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കഴിയണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. 3 നമ്പറുകളാണ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓഫീസ് നമ്പറുകളാണ്, ആക്സസറീസ് സെപ്പറേറ്റ് ഉണ്ട്. 3 നമ്പറിൽ ഏതൊക്കെ വിളിച്ചാലും നിങ്ങൾക്ക് ഏതുമായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് അത് അവർ കണക്ട് ചെയ്ത് തരും. ഈ ഒരു വണ്ടിയുടെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയലില്ല, ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ടായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഫുൾ വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽഡ് നോക്കുകയാണെങ്കിൽ 2008 മേജറാണ്. അപ്പോൾ തന്നെ അറിയാം മെക്കാനിക്കൽ വർക്കൊന്നും അധികം എടുക്കാനുണ്ടാവില്ല. അതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഓൾറെഡി അപ്ഡേറ്റഡ് തന്നെ ആയിരിക്കും, കാരണം മോഡൽ വരുന്നത് 2008 ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ്. ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അത്രയും സ്മൂത്തായിരിക്കും. നമ്മൾ ഈ ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ് ചെയ്തു തുടങ്ങിയത് ട്രാക്ക് വണ്ടികളിലായിരുന്നു. കാരണം ട്രാക്ക് വണ്ടി നിങ്ങൾക്കറിയാം അത്രയും അഡ്വാൻസ് ആയിട്ടാണ് ബിൽഡ് ചെയ്ത് ഇറക്കുക. അത്രയും സ്മൂത്തായിട്ട് വേണം നമുക്ക് ടേണിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ബൊലേറോ എന്ന് ചെയ്തിരുന്നത്, ബൊലേറോ അത്ര സ്മൂത്തില്ല. കേബിൾ ക്ലച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ ഓയിൽ ക്ലച്ചിലേക്ക് മാറ്റും. ഓയിൽ ക്ലച്ച് ആകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് അതിനും ഉണ്ട്. ഈ ഒരു കേബിൾ പൊട്ടൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. മേജർ ആയതുകൊണ്ട് ഓൾറെഡി ഫ്രണ്ടിൽ ഡിസ്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. പൊതുവേ ക്ലോസ് നെക്കലിനൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ഈ ഒരു ഓപ്പൺ നെക്കലിൻ്റെ അഡ്വാൻറ്റേജ് വന്നതാണ്. വണ്ടി കറക്റ്റായിട്ട് അവിടെ സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് കൺട്രോളബിളായിട്ട് കിട്ടും. ഈ ഡോറ് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഒരുപാട് വർക്ക് എടുത്തിട്ട് നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഡോറൊക്കെ നമ്മൾ കസ്റ്റം ചെയ്യുന്നത്. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റോക്ക് സ്ലൈഡറും തന്നെ ഇതേ അവസ്ഥയാണ്. കറക്റ്റ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അത്രയും ഫിനിഷിങ്ങൊക്കെ എത്തിക്കുന്നത്. അതിനുള്ള പ്രത്യേക മെഷീനറി തന്നെ നമ്മുടെ ഗ്യാരേജിലുണ്ട്, ഈ ബെൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്ന ആ ടയറും ഡിസ്ക്കുമാണ്. ആ റിവോൻ്റെ ടയറും ഡിസ്ക്കുമാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഒരു ഫോഗ് ലൈറ്റ്, ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ വന്ന് ബ്രാംഗ്ലറിന് വെക്കുന്ന മോഡലേ ഹെഡ്ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഫുഡും വർക്കൊന്നും പിന്നെ പറയേണ്ട ആവശ്യം തന്നെ അല്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മാക്സിമം നമ്മളെ കൊണ്ട് ക്ലീൻ ആക്കാൻ കഴിയുന്നത് ഫുഡും വർക്കിലും ഇൻറ്റീരിയറൊക്കെ നമ്മൾ ചെയ്യും. കാർബൺ ലീഫാണ് ARCയുടെ സസ്പെൻഷൻ. ആർട്ടിക്കുലേഷനൊക്കെ വേറെ ലെവലാണ് ഈ ഒരു വണ്ടിയുടെ. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഈ ഒരു വണ്ടിമ നമ്മൾ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏതൊരു വണ്ടിയുടെ ലക്ഷറി വണ്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു വണ്ടിനെ കൊണ്ടിടാം. അത്രയും സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഈ ഒരു സ്പെക്കിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു സ്പെക്കുമായിട്ട് വരും. ഇനി ഈ ഒരു യൂട്യൂബ് ചാനലിലാണ് നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരിക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്.